എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. എഫേസ്യർ 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ ജീവിതത്തെ ഒരു പോരാട്ടത്തിന് തുല്യമായി ചിത്രീകരിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിൽ അദ്ദേഹം അത് പരാമർശിക്കുന്നു. പോരാടി ജയിക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതമെന്ന് തൻ്റെ സ്വയ അനുഭവത്തിലൂടെ സഭയോടും കൂടെയുള്ള ശുശ്രൂഷകരോടും പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നത് കർത്താവ് എല്ലാവർക്കും നൽകിയ ശക്തമായ ഒരു ക്ഷണമായിരുന്നു. തിന്മയുടെ ഘടകങ്ങളോട് നന്മ കൊണ്ട് ജയിക്കാൻ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ തിന്മയെ മറികടന്നു പോകുന്ന സ്വഭാവമുള്ളവരാകണമെന്ന് കർത്താവ് തൻ്റെ അനുവാചകരെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, മഹാത്മാഗാന്ധിജി അത് വളരെ ഗൗരവമായിട്ടെടുത്ത ഒരു അതുല്യ പ്രതിഭയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സമരം അങ്ങനെ അസാധാരണമായ ഒരു രീതിയിലായിരുന്നു. പ്രതിയോഗിയോട് എതിർക്കാതെ വിയോജിക്കുക, ദൗർബല്യമെന്നും വിഡ്ഢിത്തമെന്നുമൊക്കെ എല്ലാവരും കരുതിയ ആ ഒരു നിലപാടിൻ്റെ മുൻപിലാണ് വലിയ ഒരു രാഷ്ട്രം തോറ്റുകൊടുക്കേണ്ടി വന്നത്. ശബ്ദമുയർത്താതെ തന്നെ എതിരാളികളുടെ മനസ്സിനെ അദ്ദേഹം കീഴ്പ്പെടുത്തി. അങ്ങനെയാണ് മഹാത്മാവെന്ന വിശേഷണ കാലം അദ്ദേഹത്തിന് ചാർത്തി നൽകിയത്. സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ശക്തി കൊണ്ടും അക്രമരാഹിത്യം കൊണ്ടും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് പട്ടാളക്കാർക്ക് നേടാൻ കഴിഞ്ഞതല്ല. ഒരു ബ്രിട്ടീഷ് മേധാവി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഒക്ടോബർ 2 ഗാന്ധിജിയുടെ പിറന്നാൾ ദിനമാണ്. ആ വിളക്ക് അണഞ്ഞുപോയെങ്കിലും അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, ആ ജീവിതം അവശേഷിപ്പിച്ച വെളിച്ചം തലമുറകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇപ്പോഴുമുണ്ട് എന്നതായിരുന്നു. ക്രൈസ്തവ ജീവിതത്തെ ഒരു പോരാട്ടമായി വിശുദ്ധ പൗലോസ് ഉപമിച്ച് കാണുമ്പോൾ മുൻപിലൊരു വലിയ ജയമുണ്ട്, ആ ജയം പ്രാപിക്കണം എന്ന ബോധ്യത്തോടും ലക്ഷ്യത്തോടും കൂടിയുള്ള ഓട്ടമാണ്. അവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ചില കാര്യങ്ങളെ പൗലോസ് എടുത്തു പറയുന്നു. അന്ധകാര ശക്തികളോട് പോരാടുക, തിന്മയുടെ ഘടകങ്ങളെ മറികടന്നു പോകാനുള്ള ഒരു ആത്മീക ആർജവം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് നിൽപ്പീൻ എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഒരു തരം ഡിഫൻസ് മെക്കാനിസമാണ് അതിലുള്ളത്. ചിലതിനോട് എതിർത്ത് നിന്ന് മുന്നേറുക, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് ധരിച്ചുകൊള്ളുക. ഒരായുധവും എതിർത്ത് നിൽക്കാനുള്ള ശേഷിയും ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്ഷണം ലഭിക്കുന്നത്. തിന്മയ്ക്കെതിരെയുള്ള ഏതൊരു പോരാട്ടവും ആത്യന്തികമായി വിജയിക്കണമെങ്കിൽ അതിനെ നന്മ കൊണ്ട് തന്നെ നേരിടണം.
ഒരു രാജ്യത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി എല്ലാവർക്കും ഒന്നും പ്രവർത്തിക്കേണ്ടി വരുന്നില്ല. എങ്കിലും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഇങ്ങനെയുള്ള ഇടപെടലുകളിലൂടെ തന്നെ തിന്മയ്ക്കെതിരെ ഒരു പക്ഷെങ്കിൽ പോരാടാൻ സാധിക്കും. കലഹിക്കാതെ വിയോജിക്കുക, അത് ഒരു സ്ട്രാറ്റജിയാണ്. നമുക്ക് നൽകിയിരിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ചില കറകളെയും അഴിമതികളെയും തിന്മകളെയും ഒക്കെ കണ്ട് മനസ്സ് മടുത്ത് ഒരു പക്ഷെങ്കിൽ നമ്മൾ അതിനോടൊക്കെ വല്ലാതെ നിശബ്ദമായി കലഹിക്കാറുണ്ടായിരിക്കാം. എന്നാൽ അതിനെ തോൽപ്പിക്കാൻ കഴിയണമെങ്കിൽ തിന്മയുടെ ശക്തികൾക്ക് മുൻപിൽ നന്മയുടെ ഭാവം വളരെയധികം ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് നന്മയുടെ ഒരുപാട് ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കർത്താവ് പഠിപ്പിച്ച ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ട് നന്മയുള്ളവരായി, പ്രതീക്ഷയുള്ളവരായി, ഈ ലോക ജീവിതത്തിൽ നന്മയുടെ വക്താക്കളായി നമ്മുടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഓടുവാൻ ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ശരണപ്പെടുന്നു. ലജ്ജിതരായി പോകാതെ നന്മയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ കരങ്ങളിൽ വഹിച്ചുകൊള്ളണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.